കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. ഭദ്രകാളി കാവുകളിൽ മാത്രം നടത്തിവരാറുള്ള ഒരു കലയാണിത്. മുടിയെടുപ്പ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. കുറിപ്പ്, വാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. ദാരീകവധമാണ് പ്രമേയം. ഭദ്രകാളി, ദാരീകൻ, നാരദൻ, ശിവൻ, കോയിച്ചാടൻ, കൂളി എന്നിവർ കഥാപാത്രങ്ങളായാണ് മുടിയേറ്റ്. കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. ഭദ്രകാളി കാവുകളിൽ മാത്രം നടത്തിവരാറുള്ള ഒരു കലയാണിത്. മുടിയെടുപ്പ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. കുറിപ്പ്, വാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. ദാരീകവധമാണ് പ്രമേയം. ഭദ്രകാളി, ദാരീകൻ, നാരദൻ, ശിവൻ, കോയിച്ചാടൻ, കൂളി എന്നിവർ കഥാപാത്രങ്ങളായാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. നിലവിളക്ക് കത്തിച്ചു വെച്ച് അതിനു മുന്നിൽ നെല്ലും നാളികേരവും വെച്ച് ഭഗവതി കളം വരച്ച് അതിനു മുന്നിലിരുന്ന് ദേവിയെ ഭജിച്ചുകൊണ്ട് മുടിയേറ്റ് തുടങ്ങുന്നു. രാത്രി കാലങ്ങളിലാണ് ഇത് നടത്തിവരാറ്. കളമ്പാട്ട് പാടുന്ന ഈണത്തിനനുസരിച്ച് മുടിയേറ്റ് അരങ്ങേറുന്നു. കാളിയുടെ ഭീകരമുഖം, ജടാഭാരം എന്നിവ മരം കൊണ്ടും പലതര ലോഹങ്ങൾ കൊണ്ടുമാണ് ഉണ്ടാക്കാറ്. തിരുമുടി തലയിലണിഞ്ഞാണ് കാളി ആടുന്നത്. 12 മുതൽ 20 വരെ ആളുകൾ വേണം. ഈ കളമെഴുത്ത്, തിരിയുഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ. കാളീസേവയുടെ ഭാഗമായി നടത്തുന്ന അനുഷ്ഠാനമാണ് മുടിയേറ്റ്. അരങ്ങുകേളി, അരങ്ങുവാഴ്ത്തൽ, ദാരീകന്റെയും കാളിയുടെയും പുറപ്പാട്, കാളിയും ദാരീകനും തമ്മിലുള്ള യുദ്ധം ഇതെല്ലാമാണ് മുടിയേറ്റിലുള്ളത്. ചെണ്ട, ഇടത്താളം, ചേങ്ങില തുടങ്ങിയ സംഗീതോപകരണങ്ങളാണ് മുടിയേറ്റിൽ ഉപയോഗിക്കുന്നത്. പല നിറത്തിലുള്ള പൊടികൾ ഉപയോഗിച്ചാണ് കളം വരയ്ക്കുന്നത്. ദാരീകന്റെ ശിരസ്സറുത്ത് തൂക്കിപ്പിടിച്ച് താളത്തിൽ പുറത്തു കയറി വരുന്ന കാളിയുടെ രൂപമാണ് കളത്തിന്. കളം പൂജയും കളംപാട്ടും താലപ്പൊലിയും കഴിഞ്ഞ് തീയൊഴിച്ചിൽ, അതും കഴിഞ്ഞ് കളമായി. മുഖത്ത് തേപ്പും ഉടുത്തുകെട്ടും കിരീടവും മുടിയേറ്റിലെ വേഷങ്ങളുടെ പ്രത്യേകതയാണ്. വസൂരി കല എന്ന സങ്കല്പത്തോടെ കാളിക്ക് മുഖത്ത് അരിമാവും ചുണ്ണാമ്പും ഉപയോഗിച്ച് ചുട്ടികുത്തും. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഭാരമേറിയ മുടിയുമുണ്ടായിരിക്കും. ദാരീക വേഷത്തിലും ചുട്ടികുത്തലുണ്ട്. തലയിൽ ചെറിയ കുരുത്തോല മുടിയാണ് ദാരീകന്. ശിവനും നാരദനും ആദ്യം രംഗത്ത് വന്നാൽ പിന്നെ ദാരീകന്റെ പുറപ്പാട്. തുടർന്ന് കാളിയും കൂളിയും പുറപ്പെടും. കാളിയും ദാരീകനും പോരിന് വിളിക്കും. തുടർന്ന് കോയിച്ചാടൻ പ്രവേശിക്കും. പിന്നെ കാളി ദാരീക യുദ്ധം. ദാരീകന്റെ തലയുടെ